അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഇന്നും നമ്മൾ ചായക്ക് വെള്ളം വെച്ച് കണ്ട് തന്നെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം തുടങ്ങലേ. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാനെ, നമ്മളെ മാവ് കണ്ടങ്ങൾ നൊരഞ്ഞ് പൊന്തിങ്ങട്ട് പാത്രം നിറഞ്ഞതിൻ്റെ അപ്പുറമായി കണ്ട് ചിന്തിക്കണ്. ഇന്ന് ഏതായാലും ഉയർന്നപ്പം തിന്നുകാണ്ടാണ്ട് മരിച്ചണം, അത്രത്തോളം പൊന്തി ഇങ്ങോട്ട് നൊരഞ്ഞിങ്ങോട്ട് പൊന്തി വന്നിക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ നൊരഞ്ഞ് പൊന്തി പുറത്തേക്ക് പോയത്. അപ്പോൾ അത് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ വലിയിലാണെങ്കിൽ ഇങ്ങനെ നൊരഞ്ഞ് പൊന്തി പുറത്തേക്കൊന്നും പോകില്ല ഇനി. അപ്പോൾ ഏതായാലും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിക്കണം. അപ്പോൾ കണ്ടില്ലേ, നിറച്ചുണ്ട് ഇനി കുക്കർ നിറച്ച്. ഇപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ ഇളക്കിയപ്പം. അങ്ങനെ ഇതാക്കണേ നമ്മൾ വെണ്ണൂറൊക്കെ വാരുന്നുണ്ട് അപ്പം ചൂടാനാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വെണ്ണൂറൊക്കെ വാരി നമ്മൾ വിറകൊക്കെ വെച്ച് നമുക്ക് അടുപ്പ് തന്നെ ഒന്ന് അപ്പം ചൂടാട്ടോ. അപ്പോൾ എല്ലാവരും ഇനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ. അപ്പോൾ രാവിലത്തെ കടി ഇപ്പം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഇനി ഉച്ചക്ക് എന്താ ഇപ്പോൾ കൂട്ടാനെന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലല്ലേ അറിയുള്ളൂ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കി, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചൊക്കെ കത്തിച്ച് നമ്മൾ അപ്പച്ചട്ടി വെച്ചിക്കണേ. അപ്പോഴത്തേന് നമ്മളെ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ച് ചായപ്പൊടിയും പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പഞ്ചാരപ്പാത്രം അടി അയക്കണം. അപ്പോൾ അതിലത്തെ പഞ്ചാര നമ്മൾ കുപ്പിയോണ്ട് തന്നെ തട്ടി കൊടുത്തിക്കണം കേട്ടോ. സ്പൂൺ ഇട്ട് കാണ്ട് ഇങ്ങനെ എടുക്കാനൊന്നുമില്ല ഇപ്പം. അങ്ങനെ നമ്മൾ പഞ്ചാരയൊക്കെ ഇട്ട് നമ്മളെ ചായ വാങ്ങി വെച്ചിക്കണ്. ഇനി നമ്മൾ എണ്ണയൊക്കെ ചട്ടിയിൽ തടവിയിട്ട് നമുക്ക് അപ്പം ചൂടാട്ടോ. അപ്പം ഞാൻ നല്ല കുറുന്നനായി ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പറഞ്ഞിനി കേട്ടോ. അപ്പോൾ എല്ലാതും ചക്കിയിലൊട്ടി പറഞ്ഞ മാതിരി ഇപ്പോൾ മാവൊക്കെ നല്ല ഉസാറായിട്ട് വന്നിനി. അത് വെള്ളം പറഞ്ഞ് നമ്മളോട് കോളാക്കി പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. അപ്പോൾ മാവ് നല്ല ഉസാറായി വന്നോണ്ട് ഇക്കാരം അപ്പം പൊന്തിയൊക്കെ വന്ന് നല്ല കുഴപ്പമൊക്കെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ചാറുണ്ടാക്കുന്ന ചട്ടിനിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങ പൊട്ടിച്ചാണ്. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് നോക്കുമ്പോണ്ടല്ലോ രാവിലെ തന്നെ ഒന്ന് സസ്യ അയക്കണേ നമ്മൾ കേട്ടോ. തേങ്ങ കുലിക്കൊക്കെ അപ്പോൾ ഞാൻ തേങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. തേങ്ങ നിറച്ച് വെള്ളമായി കഴിഞ്ഞാൽ കുലുങ്ങൂലല്ലോ. അപ്പോൾ ഞാൻ കരുതി നിറച്ച് വെള്ളം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ എവിടെ, ഇന്ന് വെള്ളമല്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മളിന്ന് സസ്യ അയക്കണം. തേങ്ങയും തന്നെ വിചാരിച്ചേക്കും എന്നും ഉണ്ടല്ലോ ഇപ്പോൾ ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചുമ്പോൾ വെള്ളം കുടിച്ചണേ. ഇന്ന് എനിക്ക് ഞാൻ തരൂലാന്ന് ഈ കാരം പറഞ്ഞത്. അങ്ങനെ ഇന്ന് തേങ്ങളൊന്നും ഇല്ല ഇനി കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് വിരുന്നാരുണ്ട് കേട്ടോ. അപ്പോൾ താത്ത മൂത്തച്ഛൻ്റെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ താത്ത കുടിക്ക് പോയിക്കണേ. താത്താൻ്റെ അമ്മക്ക് സുഖമല്ല പറഞ്ഞിട്ട് താത്ത അങ്ങോട്ട് പോയിക്കണേ. അപ്പം കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയൊക്കെ ചോറുണ്ടല്ലോ കേട്ടോ സ്കൂൾക്ക്. അപ്പോൾ ഞാൻ എന്താട്ടി ചോറ് നെയ്മടണം. അപ്പോൾ അരി എടുത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ കടുക് പൊട്ടിച്ച് നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ അരച്ച് ചട്ടിനി ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇന്ന് കരിയേപ്പിൻ്റെ ഇല അല്ല എണ്ണയാളെ കിട്ടണോടത്തോളം ഞാൻ ഊരിയ കിട്ടണം. പക്ഷേ കരിയേപ്പിൻ്റെ ഇല ഇല്ല. ഞാൻ എന്താണെന്നറിയോ, ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചിടാൻ മാതിരിയാണ് നമ്മളെ ചട്ടിനിയും ചാറൊക്കെ. കരിയേപ്പിൻ്റെ ഇല അല്ല ഞാൻ ഒരു രസമല്ല ചാറ് ഇല്ല. ഞാൻ പത്ത കാട്ടണം. ഏതായാലും ഞാൻ എന്താട്ടിന്നറിയാം, ഇനിയിപ്പോൾ അടുപ്പിൽ കത്തിച്ച് കാണ്ട് ഇപ്പം ഇനി ചോറൊന്നും ഇപ്പം ഇനി ഉണ്ടാക്കാനാവില്ല. ഇത് ഏതായാലും നമ്മളെ ഗ്യാസ് കത്തണുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്കും കൂടി ഇല്ല ചോറ്റിനില്ല അരി ആയിക്കൂടാണ്ട് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇനി വൈകുന്നേരം വെക്കാൻ വിചാരിച്ചിക്കാണ്ടേ. അപ്പം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഗ്യാസ് ഏതായാലും കത്തുണ്ട്. ഇനിയിപ്പം നമ്മൾ വിറക് കത്തിച്ച് കണ്ട് കളയണ്ടല്ലോ. അപ്പം ഗ്യാസ് കത്തുമ്പോൾ നമ്മൾ അതിൽ കൂടെ നായരും കൂടി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എന്തായി, നമുക്ക് ഗ്യാസ് ലാഭിച്ചും ജഡ്ജ വിറകും ലാഭിച്ച. അങ്ങനെ കൂട്ടാപ്പം ഏതായാലും ഞാൻ ഉള്ളി കൂട്ടാൻ തന്നെയായിട്ട് ഉണ്ടാക്കണത്. ചോറ്റക്ക് കൊണ്ടുപോകാൻ പറ്റിയ കൂട്ടാൻ ഉള്ളി കൂട്ടാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് പിന്നെ എണ്ണയൊക്കെ പാർന്ന് കടുക് പൊട്ടിച്ച് നമ്മൾ ഉള്ളിയായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂൾക്കൊക്കെ ചോറ് കുട്ടിയൊക്കെ കൊടുത്തേക്കാണെങ്കിൽ ഇങ്ങനത്തെ തന്നെ കൊടുത്തേക്കൽ കേട്ടോ. ഉള്ളി കൂട്ടാൻ അല്ലെങ്കിൽ തക്കാളി കൂട്ടാനൊക്കെയാണ് കൊടുത്തേക്കൽ. അല്ലെങ്കിൽ പിന്നെ കേങ്ങ്. അപ്പോൾ കേങ്ങ് കഴിഞ്ഞിക്കണേ, അതുകൊണ്ടാണ് കേട്ടോ കേങ്ങ് കൂട്ടാൻ ഉണ്ടാക്കാഞ്ഞത്. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയപ്പോത്തിന് നമ്മളെ ചോറ് വെന്തിക്കണം കേട്ടോ. എന്നിട്ട് ആ ചോറ് നമ്മൾ ഓട്ടപ്പാത്രത്തിൽ കണ്ട് ഊറ്റി വെച്ചിക്കണേ. എന്നിട്ട് പിന്നെ നമ്മൾ ഉള്ളി വാടി വന്നപ്പം നമ്മളെ തക്കാളി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഒന്ന് വാടി വരട്ടെ.
എന്നിട്ട് പിന്നെ നമുക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോഴത്തേന് നമ്മൾ കുട്ടികളെ ചായ അടിച്ചാൻ വേണ്ടി വിളിച്ചിരിക്കണം കേട്ടോ. മദ്രസ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവരും പല്ലൊക്കെ തേച്ച് മക്കളൊക്കെ വന്നിരിക്കണുണ്ട് ചായക്ക്. അപ്പോൾ എല്ലാവർക്കും ഓരോ അപ്പാട്ടോ കൊടുക്കണത്. അപ്പം ആണെങ്കിൽ ഇഞ്ഞൂട്ടരാറിനൊക്കെയാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും നമ്മൾ അപ്പവും ചട്ടിനിയും പാരിയാണ് കേട്ടോ. അപ്പം മിന്നുട്ടിക്കും തന്നെ ഇപ്പം ഇന്ന് ഇശമോളുണ്ടായതുകൊണ്ട് തന്നെ നോക്കുന്ന ചട്ടിനിയുമാണ് കേട്ടോ. അല്ലെങ്കിൽ അവൾ പഞ്ചാര ഇട്ട് കണ്ടാൽ തിന്നൽ, ഒരാൾ തിന്നുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ മൂന്നാക്കും ചായ കൊടുത്തു. പിന്നെ ഞാൻ നമ്മളെ ഉള്ളിക്കുണ്ടല്ലോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അതൊന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു മുട്ട കുത്തി പൊട്ടിച്ച് പാരട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ ഞാൻ ഓൽക്കും ഇഷ്ടമാവും കരുതിക്കാണ്ട് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുട്ട കുത്തി പൊട്ടിച്ചു. എന്നിട്ട് അതൊന്ന് നമ്മൾ കിണറുണ്ടാക്കി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇതായി വരട്ടെ. എന്നിട്ട് നമ്മളുണ്ടല്ലോ അതിക്ക് ഒന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളൊക്കെ യോജിപ്പിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പം നമ്മളെ ഉള്ളിക്കൂട്ടാൻ റെഡിയായി. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിക്കൂട്ടാൻ റെഡി ആയിക്കണേ. ചോറ് ഞാൻ പിന്നെ എന്താട്ടിന്നറിയോ, ആ ഓട്ടപ്പാത്രത്തിൽ അങ്ങനെ ഇട്ടാൽ ചിലപ്പം വേഗം അറിയാലോ എഴുതിക്കാണ്ട് ഞാൻ ചെമ്പട്ടിയൊക്കെ മാറ്റി കൊടുത്തേക്കണം കേട്ടോ. ഇഞ്ഞിട്ട് നമുക്കതൊന്ന് അടുപ്പത്ത് വെള്ളം വറ്റിച്ചാൻ വെക്കാം. അങ്ങനെ മക്കളൊക്കെ ഇതാക്കണ് മദ്രസക്ക് പോകാൻ ഒരുങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഓല് മദ്രസക്ക് പോയി. പിന്നെ ഞാൻ വലിയവർക്ക് കൊണ്ടുപോകാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു കടച്ചക്കൻ്റെ ഒരു കണ്ട അയലോക്കത്തിൽ നിന്നാണ് കേട്ടോ. അതും പിന്നെ നമ്മളെ പയറ്റിൻ്റെ വള്ളിമന്ന് 2-3 മൂന്നാലെണ്ണം മൂത്തിക്കണ്. അതിൻ്റെ കുരു കൊടുക്കാം. ഒരു 5-6 പിന്നെ മൂക്കാത്തതുകൊണ്ട് അതും ഇതും പാടിട്ടിട്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ബേജാറ് കൂട്ടിക്കാണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 8 മണിക്ക് ബസ് വരും. അപ്പോൾ തന്നെ കൂട്ടാണ്ടാക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെന്താട്ടി ഒരു കടച്ചക്ക ഉണ്ടായിനി. ഒരു കടച്ചക്കല്ല, ഒരു കടച്ചക്കൻ്റെ മുറിയാണ് കേട്ടോ. അപ്പോൾ അതരിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണേ നമ്മളെ പയറും തന്നെ ഇത് മൂക്കാത്തതാണ് കേട്ടോ. മറ്റേ അവിടെ വെച്ചിക്കണാക്കണം അത് മൂത്ത പയറാണ്. അപ്പോൾ നമ്മളതിൻ്റെ തോലൊക്കെ ഇതാക്കിയിട്ട് അതിൻ്റെ കുരു മാത്രം എടുക്കണുള്ളൂ. അങ്ങനെ നമ്മൾ ഉപ്പേരി വെക്കാൻ കടുക് പൊട്ടിച്ചു. പിന്നെ തേങ്ങ ചതക്കണമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. കരിയേപ്പില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു പൊറുതിയേടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാത്തിനും കരിയേപ്പ് ഇട്ട് ചേലായിട്ട് ഇപ്പം ഇല്ലാഞ്ഞിട്ടൊരു വല്ലാത്തൊരു പൊറുതിയേടാ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇളക്കിയിട്ട് നമ്മളെ കടച്ചക്കയും അതേമാതിരി നമ്മളെ പയറും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വെള്ളമൊന്നും പാരാതെ ആവിയിൽ കിടന്ന് അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോഴത്തേന് നമ്മളെ സൂനു ചായ അടിച്ചമ്മ നിങ്ങൾ ഓക്ക് 2 അപ്പം ഇട്ട് കൊടുത്തിന് കേട്ടോ. വെച്ചെങ്കിൽ ഓള് 2 അപ്പത്തുനിന്ന് ഒരപ്പയ്ക്കാൻ ഇട്ടുകാണ്ടായിരുന്നു ഉച്ച മാണ്ടായിരുന്നു കണ്ട് 1 തിന്നുകാണ്ടാണ് ആ പമ്പറന്നോള് പോയത്. അങ്ങനെ ഓക്ക് ചായ കൊടുത്തു. അങ്ങനെ പിന്നെ ഞാൻ ഓക്ക് ചോറാക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറാക്കി. ചോറും തന്നെ ഒരു തുള്ളി മതിയായിരുന്നു. ഈ വിളമ്പിയ ചോറിനെ ഒക്കെ അത്രയും മാണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അതിന് കുറച്ച് ഒഴിവാക്കാൻ പറഞ്ഞ് ഒഴിവാക്കിയ ഞാൻ എന്താട്ടി ഓള് പോയി അയക്കന്നെ ആ ഒഴിവാക്കിയ ചോറ് അയക്കന്നെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഓള് കാണാതെ ഒരു തുള്ളി കൊണ്ടുപോകണുള്ളൂ. അങ്ങനെ ഞാൻ ഓക്ക് കൂട്ടാനാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി കൂട്ടാനും ആക്കി കൊടുത്തു. അങ്ങനെ നമ്മളെ കടച്ചക്ക വേകണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ടില്ല ഉപ്പേരി റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് പാത്രത്തേക്ക് ആക്കാമെന്ന് വേണ്ടി നിന്നപ്പോൾ ഓളോട് ഞാൻ ചോദിച്ച് ഈ ഉപ്പേരി ഇടട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഏച്ച് പറ്റൂല ഇടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതായാലും അപ്പോഴും സസിയായി. അപ്പോൾ ഓക്ക് വേണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഉള്ളി കൂട്ടാനും അതും കൊടുത്ത് ഓള് സ്കൂളിൽ പോയിട്ടോ. അങ്ങനെ മക്കളെല്ലാവരും പോയി, മദ്രസക്ക് പോയി, സ്കൂളിൽ പോയി. അങ്ങനെ നമ്മളെ സനുവിൻ്റെ ഒരു അപ്പം ബാക്കി ഉണ്ടായിനി. അങ്ങനെ ഞാൻ അതും എടുത്തിട്ട് ഞാൻ ഏതായാലും ചായ അടിച്ചാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായ അച്ചിയതല്ല, അപ്പോൾ ഒന്ന് തണുത്തുക്കണേ അതൊന്ന് ചൂടാക്കാൻ വേണ്ടി നമ്മൾ വെച്ചിക്കണേ. മഴയും കൂടെ ആയതുകൊണ്ട് ചൂടില്ലാഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചും പോലെയാണ് ചായ. അങ്ങനെ നമ്മളെ ചായയും തന്നെ ചൂടാക്കിയിട്ട് നമ്മൾ ചായ അടിച്ചാൻ ഇരുന്നിക്കണം കേട്ടോ. അപ്പം ചട്ടിനിക്ക് ഇന്ന് എന്തോ ഒരു കുറവ് ഉണ്ട് നിങ്ങൾ തോന്നിയത് നമ്മളെ കരിയേപ്പ് ഇല്ലാത്തതാണ് കേട്ടോ. അപ്പം കാര്യം കഴിഞ്ഞാൽ കരിയേപ്പിൻ്റെ പുറത്ത് കയറിനാലും നമ്മൾ കാര്യം കഴിഞ്ഞാൽ കരിയേപ്പ് പുറത്തിട്ടാലും അതില്ലാഞ്ഞാലുണ്ടല്ലോ വല്ലാത്തൊരു പൊറുതിയേടാ, ഒരു രസമല്ല പിന്നെ ആ ചാറ്റിന്. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ മോറാണ്ട് അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ മോറി. പിന്നെ ഓൽക്ക് പാലുണ്ട് കേട്ടോ സ്കൂളിൽ 3 ആൾക്കും. അപ്പോൾ അതിനെല്ലാം ക്ലാസ്സുകളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഓൽക്ക് 3 ആൾക്കും ഞാൻ കൂട്ടാനാക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 ആളെ പാത്രത്തിലും കൂട്ടാനുണ്ട്. അപ്പം മിന്നുട്ടി വന്നപ്പം പറഞ്ഞ്
ഇഞ്ചി തോനിട്ടുള്ളൂ ഇമ്മാച്ച് ഭയങ്കര ഇഷ്ടമാണ് കാരണം അങ്ങനെ എല്ലാവർക്കും ഒരേമാതിരി കുറച്ച് തോന എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട കുത്തി പൊട്ടിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇവർക്കൊക്കെ നല്ല തീർപ്പതിയാണ് കേട്ടോ. ഇവിടെ പിന്നെ ഉള്ളി കൂട്ടാൻ തക്കാളി കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ചാറ്റിൻ്റെ ഒന്നും വേണ്ട, ഒരു ചാറിൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ കൂട്ടാനൊക്കെ ഇട്ട് മൂടി വെച്ചിക്കണം കേട്ടോ. അപ്പം ഇനി ഓല ബാഗിൻ്റെ അവിടെ കൊണ്ടേക്കാം. അപ്പോൾ മദ്രസക്ക് പോയപ്പോഴാണ് കേട്ടോ നമ്മൾ മിന്നുട്ടി പറഞ്ഞിട്ട് തോന ഇട്ടുകൊള്ളേണ്ടിയെന്നുള്ളത്. അങ്ങനെ സനുവിനും ഓലയൊക്കെ ബാഗിലൊക്കെ പെൻസിലും പേനയൊക്കെ ഉണ്ടോ നോക്കി ഒക്കെ എടുത്ത് വെച്ചു. ഒക്കെ ബാഗൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ പാത്രങ്ങളൊക്കെ ബാഗൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കണം. ഇനി മദ്രസ ഇട്ട് വന്നാൽ അങ്ങനെ ചായ കുടിച്ചിക്കാണ്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ 3 ആളെ ബാഗക്കും പാത്രവും ഗ്ലാസും വെള്ളക്കുപ്പിയും പ്ലേറ്റും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിക്കണം കേട്ടോ. ഇനി വന്ന് ചായ അടിച്ച് മാറ്റിയാൽ പോവുക, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഒരു പോയിട്ട് പിന്നല്ലേ പണികളൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ ഇതാക്കണേ മക്കൾ വന്നപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ പറഞ്ഞു ഉള്ളി കൂട്ടാൻ പറ്റൂല മേമാറിന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ എന്താ എനിക്ക് കൂട്ടാൻ രാജപ്പോൾ ഞാൻ പറഞ്ഞു ഈ കൂട്ടാൻ എനിക്ക് പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഇതെന്താ ഞാൻ ഒന്നും കൊടുത്തുകൊണ്ടാണ് അത് തിന്നാക്കാൻ എനിക്ക് പറ്റുമോ നോക്കുക. അപ്പോൾ ഞാനുണ്ടല്ലോ കടച്ചക്കൻ്റെ കൊടുത്തുക്കാൻ പോളാണത് കേങ്ങാണോ ചോദിച്ച്. ആ കേങ്ങാണ് പറഞ്ഞു. ആ നച്ച് പറ്റും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓളെ പറ്റിച്ചിട്ട് കേങ്ങാണെന്ന് പറഞ്ഞ് ഓക്ക് കൊടുത്ത് ഓക്ക് നല്ല തീർപ്പതി ആക്കണം കേട്ടോ തിന്ന് നോക്കി കണ്ട്. അങ്ങനെ ഓക്ക് ആ ഉപ്പേരി ആക്കിയത് കേട്ടോ. അങ്ങനെ സനു പോയിട്ടോ. അങ്ങനെ സനു മിയമോളും വന്നീനി. മിയമോൾ നമ്മളെ അയലോക്കത്തിലെ കുട്ടിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓല് രണ്ടാളും ഇറങ്ങിപ്പോയി. അങ്ങനെ ഓലെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മിന്നുട്ടിക്കും ഇശമോക്കും ചായ കൊടുത്ത് അവിടെ ഇരുത്തിക്കണം. അപ്പോൾ ഞാൻ ആകെ അടിച്ചോറ്റേന്ന് കരുതി എന്നിട്ട് പിന്നെ ഓല മാറ്റിച്ചാന്ന് കരുതിട്ടോ. അങ്ങനെ ഓലയും തന്നെ ഞാൻ മാറ്റിച്ച് നിർത്തിക്കണം കേട്ടോ. അങ്ങനെ ഓലും മാറ്റി ഇറങ്ങി. ഇനി പിന്നെ നമുക്ക് പിന്നെ തുടക്കണം. അടിച്ചോരൽ കഴിഞ്ഞിക്കണമല്ലോ, തുടച്ച് ഇതാക്കണം. അങ്ങനെ പിന്നെ കുറച്ച് മീൻ വാങ്ങിയിട്ടാ നമ്മൾ. അപ്പോൾ മീൻ ഇതാക്കണ് കണി കുറച്ച് സൂതിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മൾ കണ വാങ്ങിയപ്പോൾ അതിൻ്റെ ഇപ്പോൾ സൂത ഓല് ഫ്രീ ആയിട്ട് തന്നാണ് നമുക്ക് കൊണ്ടുപോയിക്കോ പറഞ്ഞുകൊണ്ട്. പക്ഷേ എങ്കിൽ അവിടെ ഇവിടെ പൊട്ടുണ്ടെങ്കിലും മീൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നെടുത്തുകാണ്ട് പൊരിച്ചിനി കേട്ടോ. അങ്ങനെ ബാക്കി കണി എടുത്തുക്കേനി. ബാക്കി പിന്നെ നമുക്ക് നാളെ പൊരിച്ചായിരുത്തിക്കാണ്ട് നമ്മൾ എടുത്തുവെച്ചിക്കണേ. ചെറുതായിട്ടൊരു പൊട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ മാത്രം നമ്മൾ കായ് കൊടുത്ത് വാങ്ങിയത്, മറ്റേതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നാണ് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ കേടൊന്നും ഞാൻ വിചാരിച്ചിന്, പക്ഷേങ്കിൽ കേടൊന്നുമില്ല ഇനി. അപ്പോൾ എന്തായാലും ചോരയൊക്കെ നല്ല ചോന്ത കളറായിനി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനുണ്ടല്ലോ മുറിച്ചിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 വെളുത്തുള്ളിൻ്റെ പോണയൊക്കെ കുത്തി ചതച്ചിട്ടിട്ട് നമ്മൾ ചട്ടി വെച്ചിക്കണ് പൊരിച്ചാൻ കേട്ടോ. അപ്പം അങ്ങനെ മീൻ പൊരിച്ചാണ്. അപ്പം ഇന്നിപ്പം ഞാൻ കൂട്ടാനെന്ന് വെച്ചാൽ ചാറൊന്നും ഇപ്പം ഞാൻ ഉണ്ടാക്കണില്ല. അതപ്പോൾ ചുരുക്കി പറയണേ. ഉള്ളി കൂട്ടാൻ ഇന്നിപ്പം നേരം പൊളിക്കുമ്പോൾ കണ്ട് കാണ്ടാണ് ഉണ്ടാക്കിക്കണ്. അതാ ഞാൻ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം ഉണ്ടാക്കി എടുത്തത്. കാരണം ചാറില്ലേ നിങ്ങളൊക്കെ വിചാരിച്ചൂലേ. അപ്പം ഇനിയിപ്പം ചാറിൻ്റെ ആവശ്യമല്ലല്ലോ, ഈ ഉള്ളി കൂട്ടാനുണ്ടല്ലോ. ഇനി വൈകുന്നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മളെ മീനും പൊരിച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇന്ന് കടച്ചക്ക ഉപ്പേരി മീൻ പൊരിച്ചതും നമ്മളെ ഉള്ളി കൂട്ടാനുമാണ് കേട്ടോ ഇന്ന് ഉച്ചക്ക്. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഉണ്ടല്ലോ മുന്നേ തന്നെ അതിന് വരും നോട്ടിഫിക്കേഷനായിട്ട്. കണ്ടോളി കണ്ടത്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് നാളെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.